ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ മത്തങ്ങയും പയറും എരിശ്ശേരിയാണ് വെക്കാൻ പോണത്. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ മത്തങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറിച്ചെടുത്ത മത്തങ്ങ തോലൊക്കെ ചെത്തി നമുക്കത് സെറ്റാക്കി എടുക്കാം. ഇത് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, പകുതി പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് അരിഞ്ഞെടുക്കാമേ. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുക്കാൻ പോണത്. അതിന് മുന്നേ നമുക്ക് കുറച്ച് പയറെടുത്ത് വേവിക്കാൻ വെക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിലിട്ട് പയർ വേവിക്കാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മുടെ മത്തങ്ങ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്, നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇനി ഒന്ന് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പൊക്കെ സെറ്റാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരു പച്ചമുളകും കൂടി ചേർത്ത് നമുക്കിതിനെ നരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കേണ്ട, തീരെ വെള്ളം ഒഴിക്കാനാണ് ഞാനിവിടെ അരപ്പൊക്കെ അരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ച് വൻപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരപ്പെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മത്തങ്ങ വേവിക്കാൻ വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട. അപ്പോഴിത് കുറുകി കിട്ടാൻ വേണ്ടി കുറച്ച് പാടുണ്ടായിരിക്കും. ഇപ്പോൾ അതാ നമ്മുടെ മത്തങ്ങയും പയറും എല്ലാം സെറ്റായിട്ട് വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കുറുകി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിടാവേ. അപ്പോൾ ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2 ഉണക്കമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടേ. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ തേങ്ങ വറുക്കുന്ന ഒന്നും പ്രത്യേകം കാണിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനത് പ്രത്യേകം കാണിക്കുന്നില്ല. അപ്പം ഇതാ നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ നമ്മുടെ എരിശ്ശേരിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി സദ്യ സ്പെഷ്യൽ മത്തങ്ങ പയറും എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി അടിപൊളി ഇതുപോലെ ഒരു സദ്യ സ്പെഷ്യൽ കറിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.